Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Ma'am. Good afternoon, all. Okay. In the prayer ആരാണ്? ഞാനാണ് മാം. prayer പറഞ്ഞോടാ. മൈത്രി ഭജതാ അഖില ഹൃദയത്രീ മൈത്രി ഭജതാ അഖില ഹൃദയത്രീ ആത്മവദേവ പരാനാഭി പശ്യതു ആത്മവദേവ പരാനാഭി പശ്യതു യുദ്ധം ത്യജത സ്പർധാം ത്യജത ത്യജത പരീശാക്രമമാം ക്രമണം ത്യജത പരീശാക്രമമാം അക്രമണം മൈത്രീം ഭജത അഖില ഹൃദയത്രീ. താങ്ക് യു മാം. Thank you. Okay. Signing thought of the day ആരാണ്? Ma'am, sign in ഞാനാണ്. Okay, പറഞ്ഞോ. Don't sit down and wait for the opportunities to come. Get up and make them. നമ്മള് അവസരം കാത്ത് ഇരിക്കാൻ പാടില്ല. അവസരം വരും പറഞ്ഞ് കാത്തിരിക്കാൻ പാടില്ല. നമ്മൾ അവസരങ്ങൾ നമുക്ക് വേണ്ടി സ്വയം ഉണ്ടാക്കിയെടുക്കണം. സൈൻ ഇൻ ബൈ ദീപിക വർമ്മ. Thank you. ദീപിക വയ്യേടാ സൗണ്ട്. തൊണ്ടയ്ക്ക് ഒരു ചെറിയ ചുമയുണ്ട്. സൈൻ ഇൻ ആരാണ്? മാം ഇത് സൈൻ ഇൻ ആയിരുന്നു. ഓക്കെ. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിൽ എടുത്ത ചാപ്റ്റർ മൊമെന്റ്സ് ആണ്. മൊമെന്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് ഏതാണെന്ന് പറഞ്ഞത്? മാം ഹാൻഡ് മൂവ്മെന്റ് ആണല്ലേ? അതെ, ഹാൻഡ് മൂവ്മെന്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്സ്. അപ്പൊ ഒരു വ്യക്തി ഇപ്പൊ വെറുതെ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നില്ല, ഡെവലപ്മെന്റോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് അല്ലെങ്കിൽ അതിൻ്റെതായ ആ ഒരു ഏജിനനുസരിച്ച് ഡെവലപ്മെന്റ് വരുന്നില്ല. പക്ഷെ അവൻ നല്ല രീതിയിൽ മൂവ്മെന്റ് ചെയ്യാണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ മൂവ് ചെയ്യാണ്, ഓരോ ആക്ടിവിറ്റീസും നല്ല ചുറുചുറുക്കോട് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്ത് വരുന്നുണ്ട്, ഡെവലപ്മെന്റും അതേപോലെ അതിന്റെ ഭാഗമായി ഒരുപാട് ബെനിഫിറ്റ്സ് എന്ന് വെച്ചാൽ മൊമെന്റ്സിന്റെ ഭാഗമായിട്ട് ഒരുപാട് ബെനിഫിറ്റ്സ് ആ കുട്ടിക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ. നമ്മൾ പറയും മൊമെന്റ്സ് കൊണ്ട് നമ്മളിപ്പോ അനങ്ങാതെ ഒരു സ്ഥലത്ത് വെറുതെ ഇരിക്കുകയാണ്, ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുമ്പോഴാണോ നമ്മൾ ചുമ്മാ ഒന്ന് മൂവ് ചെയ്യുമ്പോ നടക്കുമ്പോ അല്ലെങ്കിൽ കുറച്ചു നേരം ഒരു ഊഞ്ഞാലയിൽ ആടുമ്പോ നമുക്കൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്യാറില്ലേ? കുഞ്ഞു കുട്ടികളുടെ കാര്യം വിട്, നമ്മളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ കുറച്ചു നേരം ഒന്ന് നടന്നു എന്ന് വിചാരിക്കും. ഒരു വൈകുന്നേരമൊക്കെ ആയ സമയത്ത് ഞാൻ പറഞ്ഞു തന്നു നിങ്ങളുടെ അടുത്ത് ഒരുമിച്ച് പാർട്ട്ണറായിട്ട് ഒരുമിച്ച് ഒന്നൊരു ഈവനിങ് വാക്കിന് പോയി വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിരിക്കും അല്ലെ? അങ്ങനെ ആയിരിക്കില്ലേ? പോകാറുണ്ടോ നിങ്ങൾ ആരെങ്കിലും? വാക്കിങ്ങിന് പോവാറില്ല, പക്ഷെ ഇടയ്ക്ക് കുറെ മുന്നേ കൊറോണ ടൈമിലൊക്കെ രാവിലെ പോവാറുണ്ടായിരുന്നു. അപ്പൊ അതൊരു റിഫ്രഷ്മെന്റ് ആയി തോന്നാറുണ്ടായിരുന്നു. ഓക്കെ. പിന്നെ എന്താ ഇത് കണ്ടിന്യൂ ചെയ്യാന്? പിന്നെ കൊറോണയൊക്കെ കഴിഞ്ഞപ്പോ പിന്നെ ബിസി ആയി, സ്കൂളും തുടങ്ങി കുട്ടികൾക്ക്, അങ്ങനെ പിന്നെ പോവാൻ സമയം കിട്ടിയില്ല. വൈകുന്നേരം ആണെങ്കിലും പോവാൻ പറ്റാറില്ല മാം. ഓക്കെ. നമുക്കും ഒട്ടും ടൈം കിട്ടാറില്ല, ക്ലാസ് ഭയങ്കരമായിട്ട് ബിസി തന്നെയാണ്. എന്നാലും ഞങ്ങള് മാക്സിമം എല്ലാ ദിവസവും ഈവനിങ് നൈറ്റ് ഒരു 8, 9 ഫുഡ് കഴിക്കുന്നതിന് മുമ്പായിട്ടാണ് പോണത്. ഒന്ന് നടക്കാൻ പോകും, ജസ്റ്റ് ഒന്ന് മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാ. ചുമ്മാ നടത്തത്തിലൊന്നും സംസാരിക്കില്ല, ചിലപ്പോ നടന്ന് ഒരു സ്ഥലം വരെ പോയിട്ട് തിരിച്ചു വരും ജസ്റ്റ്. പക്ഷെ നമുക്കൊരു ഫ്രഷ് ഫീലിംഗ് തോന്നും. അപ്പോ ഞാൻ ജസ്റ്റ് പാർട്ട്ണർ ആയിട്ടുള്ള നമുക്കൊരു വലിയ ദേഷ്യമോ വിഷമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് നടക്കാൻ പോയാലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു നടന്നു വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു പ്രശ്നം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനും
അപ്പൊ കുട്ടികളുടെ മുമ്പിൽ ഇങ്ങനെ വഴക്കൊന്നും പറയാതിരിക്കാനൊക്കെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. വെച്ചാല് നമ്മളിപ്പോ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ഭയങ്കര ദേഷ്യമായിട്ടിരിക്കുന്ന സമയമാണെന്ന് വിചാരിക്കും. അപ്പൊ ഞാൻ ചെയ്യണ ഒരു ഐഡിയ ഇവിടെ, നമുക്കൊന്ന് നടക്കാൻ പോയാലോ എന്ന് പറയും. അപ്പൊ എനിക്ക് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദേഷ്യം അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സമയത്തായിരിക്കും പറയാം. അപ്പൊ കുട്ടികൾ ഉണ്ടാവില്ലല്ലോ അടുത്ത്. കുട്ടികൾ മുമ്പിൽ നമ്മൾ വഴക്ക് പറഞ്ഞോന്ന് അല്ലെങ്കിൽ ചീത്ത പറഞ്ഞോന്ന് അങ്ങനെ ഒരു പ്രശ്നം അവർ കാണുകയുമില്ല. സോ വുമൻസ് നല്ലതാണ്. ഞാൻ എൻ്റെ ഒരു കേസ് പറഞ്ഞോളൂ. വുമൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ മൈൻഡിനെ എന്താണ് റിഫ്രഷ് ആക്കുന്നു. അതേപോലെ ഇപ്പൊ നമ്മൾ നടക്കുന്നു, സൈക്കിള് ചവിട്ടുന്നു. നിങ്ങളൊക്കെ സൈക്കിൾ ചവിട്ടാറുണ്ട്? ഇപ്പോ കുറെ കാലത്തേക്ക് സൈക്കിൾ ഒന്നും ചവിട്ടാറേ ഉണ്ടാവില്ല അല്ലെ? മാം ഇവിടെ കുട്ടികൾക്ക് സൈക്കിൾ വാങ്ങിച്ചിട്ടില്ല, വാങ്ങിക്കണം. മോനിപ്പം 4ാം ക്ലാസ്സിലും മോള് 2ാം ക്ലാസ്സിലായിട്ടുണ്ട്. അവര് ബഹളം വെക്കുന്നുണ്ട് സൈക്കിൾ വാങ്ങിക്കാൻ. അപ്പൊ സൈക്കിൾ വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കാരണം കുട്ടികളുടെ കാര്യത്തിലായാലും നമ്മുടെ കാര്യത്തിലുള്ള മൂവ്മെന്റ്സ് ആണ്. കാരണം ഹാൻഡും അതേപോലെ തന്നെ ലെഗ് മൂവ്മെന്റ്സ് ഒക്കെ പ്രോപ്പർ ആയിട്ട് നടക്കും. നമുക്ക് കുറച്ച് നല്ലതാണ്. കുട്ടികളുടെ കാര്യത്തിൽ സൈക്ലിംഗ് നല്ലതാണ്. അപ്പൊ നമുക്കും സൈക്കിളൊക്കെ ചവിട്ടുന്നത് നല്ലതായിരിക്കും. അപ്പൊ കുറച്ച് കൂടുതൽ നമുക്ക് മൂവ്മെന്റ്സ് വരുന്നത് നമ്മള് ഡെയിലി ലൈഫിൽ ചെയ്യുന്ന റുട്ടീൻ മൂവ്മെന്റ്സ് അല്ലാതെ ഒരു എക്സ്ട്രാ ഒരു ആക്ടിവിറ്റി കൂടി നമ്മൾ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ, നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാനായിട്ട് അത് നമ്മളെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഞാൻ മായ എവറിഡേ 30 മിനിറ്റ് മോർണിംഗ് 6:30 to 7 എല്ലാ ദിവസവും മോർണിംഗ് വാക്ക് ചെയ്യും. ഭയങ്കര ഒരു റിഫ്രഷ്മെന്റ് ആണ് മാം. നടക്കാൻ വേണ്ടിട്ട് ആ അരമണിക്കൂർ ഡെയിലി എണീക്കുന്ന സമയത്തേക്കാളും അരമണിക്കൂർ നേരത്തെ എണീക്കും. അപ്പൊ എന്റെ അതൊരു റൊട്ടീനായി മാറി. ഇപ്പൊ പോയില്ലെങ്കിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാനും 5:45 മുതൽ ഒരു 6:15 വരെ നടക്കാൻ പോവാറുണ്ട്. അപ്പൊ നമുക്ക് മൈൻഡ് ഭയങ്കര റിലാക്സേഷൻ ആണ്. നമുക്ക് എത്ര വലിയ പ്രശ്നങ്ങൾ, നമുക്കൊരു മൈൻഡ് മെഡിറ്റേഷൻ പോലെയാണ് ശരിക്കും. എനിക്ക് മോർണിംഗ് സമയം കിട്ടാത്തതുകൊണ്ടാണ്. എനിക്ക് മോർണിംഗ് ക്ലാസ് ഉണ്ട്. സോ എനിക്ക് പറഞ്ഞ ടൈമിങ് 6:45 ആകുമ്പോഴേക്കും ക്ലാസ്സിന് വേണ്ടി പോകണം. സോ പിന്നെ എനിക്ക് രാവിലെ നടക്കുന്ന സമയം കിട്ടാറില്ല, പിന്നെ കിട്ടുന്നത് നൈറ്റ് ആണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് ശീലാക്കിയാൽ മതി നടക്കാൻ പോകുന്നത്. ചെറിയൊരു ആക്ടിവിറ്റി, ഒരു അരമണിക്കൂർ മതി. ഒരു അരമണിക്കൂർ ആദ്യമൊക്കെ മടി തോന്നും, ഒരു 1/4 മണിക്കൂർ പോയിട്ടുമ്പോ ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ആവും. വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ ആ ഒരു നടത്തത്തോട് കൂടി സോൾവ് ആകും. നമ്മുടെ മൈൻഡ് ഒന്ന് കൂളാവും, ഒരു റീഫ്രഷ് ഫീലിംഗ് തോന്നും. ഇപ്പൊ ഇവരൊക്കെ പറഞ്ഞില്ലേ, അതേപോലെ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ജസ്റ്റ് 5-10 മിനിറ്റ് ഒന്ന് നടക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമ്മള് സാധാരണ ക്ലാസ് റൂമില് കുട്ടികൾക്ക് മൂവ്മെന്റ്സ് ടീച്ചേഴ്സ് അലോ ചെയ്യാറുണ്ട്. എപ്പോഴും ഒന്ന് എഴുന്നേറ്റ് നടക്കാനോ എഴുന്നേറ്റ് നിൽക്കാനോ അവരുടെ പെർമിഷൻ ഇല്ലാതെ മൂവ് ചെയ്യാൻ പറ്റുമോ കുട്ടികൾക്ക്? ഇല്ല മാം. പക്ഷേ നമ്മുടെ മോണ്ടിസോറിയിൽ അവർക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് ചെയ്യാനും അവർക്ക് മൂവ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ അലോ ചെയ്യണം. മോണ്ടിസോറി പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീഡം കൊടുക്കണം കുട്ടികൾക്ക് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യാനും അവരുടെ ബോഡി ഫ്രീലി മൂവ് ചെയ്യാനുള്ള ഫ്രീഡം നമ്മൾ കൊടുക്കണം. സാധാരണ ക്ലാസ് റൂം എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുള്ളൂ. ആ ഒരു ബെഞ്ചും ഡെസ്കിൽ അവർക്ക് അലോ ചെയ്യുന്ന സമയത്ത് വല്ല ആൻസർ പറയാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡപ്പ് എന്ന് പറഞ്ഞാൽ മാത്രമേ ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കാനോ ആ ഒരു കാര്യം പറയാനേ പറ്റുള്ളൂ. പിന്നെ സാധാരണ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്ന ഒരു പാസീവ് ലേണിംഗ് ആണ്. ജസ്റ്റ് ലെക്ചറാണ് അവിടെ കൊടുക്കുന്നത് അല്ലെ. ഫുൾ ലെക്ചർ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ചെയ്യുന്ന പോലെ ജസ്റ്റ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ പാസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരു പ്രോബ്ലം ആണെങ്കിൽ പോലും നമ്മൾ ആ പ്രോബ്ലം എങ്ങനെയാ ചെയ്യേണ്ടത് വർക്ക്ഔട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കും. ദെൻ അവരോട് അത് എന്ത് ചെയ്യാനാ പറയുന്നത്, നോട്ടിലേക്ക് പകർത്താനാ പറയുന്നത്. ജസ്റ്റ് പാസീവ് ലേണിംഗ് ആണ്. അവിടെ വേറൊരു കാര്യം, ഒരു ആക്ടിവിറ്റി ഒന്നും ചെയ്തല്ല അവർ ലേൺ ചെയ്യുന്നത്. പക്ഷേ ആക്റ്റീവ് ലേണിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ആക്ടിവിറ്റീസും നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അത് നിങ്ങൾ അതിൽ നിന്ന് നിങ്ങളെ പഠിപ്പിച്ചെടുക്കുമ്പോൾ അവിടെ വരുന്നത് ആക്റ്റീവ് ലേണിംഗ് ആണ്. മോണ്ടിസോറിയിൽ നമ്മൾ കൊടുക്കുന്നത് പാസീവ് ലേണിങ്ങിനേക്കാളും കൂടുതൽ. പാസീവ് ലേണിംഗ് ഇവിടെ ഇല്ല, നമ്മൾ ആക്റ്റീവ് ലേണിംഗ് ആണ്. ഓരോ ആക്ടിവിറ്റീസും കുട്ടികളെ കൊണ്ട് ചെയ്യിച്ച് അതിൽ നിന്ന് അവരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ മനസ്സിലാക്കി എടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ നമ്മൾ പാസീവ് ലേണിംഗ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് ആക്റ്റീവ് ലേണിംഗിലേക്ക് വരാൻ, ഓരോ ആക്ടിവിറ്റി ചെയ്താണ് അവർ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ഓരോ മൂമെന്റ്സ് നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ പവർ കൂടും എന്ന് നമ്മൾ പഠിച്ചില്ലേ. നമ്മൾ ആ ഒരു ആക്ടിവിറ്റി അത്രയും ടൈം എടുത്ത് നമ്മൾ
ആ ഒരു നമുക്ക് അലോ ചെയ്തിരിക്കുന്ന ടൈമിൽ നല്ല കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കൂടും, കോൺസെൻട്രേഷൻ പവർ കൂടും. നമുക്ക് അത് തെറ്റിപ്പോയി വിചാരിക്കട്ടെ, കുഴപ്പമൊന്നുമില്ല, നമുക്ക് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആദ്യം ചെയ്ത മിസ്റ്റേക്ക് വരുത്താത്ത രീതിയിൽ വീണ്ടും നമുക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ഫ്രീഡം നമുക്ക് ഇവിടെ അലോ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഇമ്പോർട്ടൻസ് ഓഫ് മൂമെന്റ്സ് ആരാ വായിക്കുന്നേ? ഒരു 4 സെന്റൻസ് വീതം വായിക്കണം കേട്ടോ. ഓക്കെ, ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം മാം. Freedom of movement grant the child the convenience to observe and explore the prepared environment. Constantly, the Montessori child activity uses and refines their sense as she absorbs the world around, while the child in the traditional classroom is generally confined to her desk, left almost exclusively to listen. The child in a Montessori classroom is an active rather than a passive learner who makes good use of all his field while openly moving about the prepared environment. ഓക്കെ, നമ്മളെന്താണ് മോണ്ടിസോറി എന്നുണ്ടെങ്കിൽ നമ്മള് എന്ത് കൊടുക്കുന്നുണ്ട്, ഓക്കെ, നമ്മൾ കൂടുതലായിട്ട് ഫ്രീഡം കൊടുക്കുന്നുണ്ട്, മൂവ്മെന്റ്സ് ഫ്രീഡം കൊടുക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ എൻവയോൺമെന്റിൽ എവിടെ വേണമെങ്കിലും മൂവ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് കുറച്ചു നേരം വേണമെങ്കിൽ വരാതിൽ പോയി നിൽക്കാം, ദെൻ അവിടെ നിന്ന് നമുക്ക് ഗാർഡനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ മൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇത് അവർ അലോ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ഓരോ കാര്യങ്ങൾ നിരീക്ഷിക്കാനും അത് എക്സ്പ്ലോർ ചെയ്യാനും നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ ഈ പറഞ്ഞ മോണ്ടിസോറി എൻവയോൺമെന്റ് എന്ത് ചെയ്യാനായിട്ട്, നിരീക്ഷിക്കാനും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നമ്മളെ അലോ ചെയ്യുന്നുണ്ട്, കുട്ടികളെ അലോ ചെയ്യുന്നുണ്ട്. കോൺസ്റ്റന്റ്ലി മോണ്ടിസോറി ചൈൽഡ് എങ്ങനെയായിരിക്കും, നല്ല ആക്റ്റീവ് ആയിരിക്കും. ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കില്ലേ സാധാരണ കുട്ടികളില്ലേ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളില്ലേ, അപ്പൊ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇൻസ്ട്രക്ഷൻസും ഗൈഡ് ലൈൻസും കൊടുത്തിട്ട് നമുക്ക് എന്ത് നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പെട്ടെന്ന് പറ്റും. ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെ, കാരണം അവർ എപ്പോഴും ആക്ടിവിറ്റീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവർക്ക് കുറച്ച് ഗൈഡ് ലൈൻസിന്റെയും കുറച്ച് ഇൻസ്ട്രക്ഷൻസ് എന്നല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ടിവിറ്റീസ് ഒക്കെ അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് മോണ്ടിസോറി മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഈ കുട്ടികൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് അഡാപ്റ്റ് ചെയ്യും, അവരെ നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് ആക്ട് ആയിരിക്കുള്ളൂ. പക്ഷെ ഭയങ്കര ലേസി ആയിട്ടുള്ള ഭയങ്കര മടിയന്മാരുണ്ടാവില്ലേ, ഒന്നും ചെയ്യാതെ ഭയങ്കര മടിയായിട്ടുള്ള കുട്ടികൾ, ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന കുട്ടികൾ ഉണ്ടാവില്ലേ, അവര് അത്ര പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ ഒരു എൻവയോൺമെന്റിലേക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം സാധാരണ രീതിയിൽ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളെയാണ്. കാരണം എന്താണ്, ഒന്നും ചെയ്യാതിരിക്കുന്നതിലും നല്ലത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന കുട്ടികളല്ലേ, അവര് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ആക്ടിവിറ്റീസിന്റെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളാണ് കൂടുതലായിട്ടുള്ളത്. നമ്മൾ സാധാരണ ട്രഡീഷണൽ എഡ്യൂക്കേഷൻ ഓർ ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഒരു കുട്ടിക്ക് ഒരു ബെഞ്ച് ഒരു ഡെസ്ക് അവന് ആ സീറ്റ് ഉണ്ടാവും. ദേ അലൗ ടൈം ഇന്റർവെൽസ് അവർ തരുന്നുണ്ട്. ആ ഇന്റർവെൽസിൽ മാത്രമേ അവൻ ചിലപ്പോൾ ഒന്ന് വരാന്ത വരെ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനുള്ള ടൈമുള്ള അവന് ക്ലാസ്സിൽ കൂടുതൽ മൂവ് ചെയ്യാനായിട്ട് അലോ ചെയ്യുള്ളൂ. ബാക്കി എല്ലാ സമയവും അവൻ ആ ഒരു ബെഞ്ചിലും ഡെസ്കിലും എന്ത് ചെയ്തിരിക്കുകയാണ്, തളച്ചിട്ടിരിക്കുകയാണ്. അവരുടെ മൂവ്മെന്റ്സ് അവിടെ എന്ത് ചെയ്തിരിക്കണം, പ്രൊഹിബിറ്റ് ചെയ്തിരിക്കുകയാണ്, തടസ്സപ്പെടുത്തിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ നമുക്ക് ആക്റ്റീവായിട്ട് നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള ഫ്രീഡം, നമുക്ക് എല്ലാ ഫ്രീഡവും കിട്ടുന്നുണ്ട്. നമുക്ക് ഓരോ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമുള്ള ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യാനായിട്ട് ആ കുട്ടിക്ക് തന്നെ നമ്മൾ ഫ്രീഡം കൊടുക്കുകയാണ്. സോ ഇവിടെ നമുക്ക് ഓരോ കാര്യങ്ങളും നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ വില്ല് അനുസരിച്ച് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ടുള്ള ഫ്രീഡം കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. സാധാരണ കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസീവ് ലേണേഴ്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് തന്നെ പറഞ്ഞപ്പോ പാസീവ് ലേണേഴ്സിന്റെ ലെക്ചറിലോട്ട് മാത്രം അവർ എന്ത് ചെയ്യാണ്, പഠിക്കുകയാണ്, അല്ലെങ്കിൽ ആ പറയുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അങ്ങനത്തെ കുട്ടികളെല്ലാം കൂടുതലായിട്ട് വേണ്ടത് നമുക്ക് എന്താണ്, കൂടുതൽ കാര്യങ്ങൾ പെട്ടെന്ന് ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന നല്ല എഫക്റ്റീവ് ആയിട്ടിരിക്കുന്ന നല്ല ചുറുചുറുക്കുള്ള കുട്ടികളെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. ഓക്കെ, അടുത്ത പോയിന്റ് അങ്ങനെ സോറി ഒരു മിനിറ്റ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതേപോലെ നല്ല ചുറുചുറുക്കുള്ള നല്ല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റിലേക്ക് അവരെ കൊണ്ടുവരണം. അവർക്ക് ഈ പ്രിപ്പയർഡ് എൻവയോൺമെന്റ് കൂടുതൽ എന്തായിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, അടുത്ത പോയിന്റ് വായിച്ചോ കേട്ടോ.
മോർ ഓവർ എന്ന് തുടങ്ങുന്ന പോയിന്റ് കേട്ടോ. ആരാ വായിക്കുന്നേ? ഞാൻ വായിക്കാം. Moreover, movement is connected to divine development. Physical activity nurtures the whole being, including the spirit. Montessori accepted if muscles which should normally be functioning are dormant. There is not only a physical but a psychic depression as well. This is why action can have an influence also upon one's spiritual energies. Without activity, a child's energy supply is drained, causing learning to be a more difficult task than it would be if there was a freedom to move. Dr. ഓക്കെ, നമ്മള് ഇവിടെ കൊടുക്കുന്ന എന്താണ്, നമ്മുടെ മൂവ്മെന്റ്സ് നമ്മുടെ എന്താണ് സ്പിരിറ്റ് ആയിട്ട് കണക്ട് ആണ്. സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്ന മൈൻഡ് ആണ്. നമ്മുടെ മൂവ്മെന്റ്സും മൈൻഡും കണക്റ്റഡ് ആണ്. നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്താൽ നമ്മുടെ മൈൻഡ് കൂളായിരിക്കും, നമ്മുടെ സ്പിരിറ്റ് കൂളായിരിക്കും. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എന്താ പറയാ ആത്മാവായിട്ട് കണക്റ്റഡ് ആണെന്ന് പറയുന്നു. അപ്പൊ നമ്മളെ ഹോൾ മൂവ്മെന്റ്സ്, നമ്മുടെ ബോഡിയുടെ ഹോൾ മൂവ്മെന്റ്സ് നമ്മുടെ ആത്മാവായിട്ട് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡായിട്ട് കണക്റ്റഡ് ആണ്. മോണ്ടിസോറി അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് ആണ്, ഒരു കുട്ടി ഒന്നും ചെയ്യുന്നില്ല, ഒരു കാര്യവും ചെയ്യാതെ വെറുതെ ഇരിക്കാന്ന് വിചാരിക്കും. അപ്പൊ അവന്റെ സൈക്കിക് ആയിട്ടുള്ള പ്രശ്നങ്ങൾ, ഡിപ്രഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് അവരെ എന്ത് ചെയ്യും, വഴിയൊരുക്കും, അത് ഇൻഫ്ലുവൻസ് ചെയ്യും. സോ നല്ല ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ സ്പിരിച്വൽ എനർജി കൂടുതലായിരിക്കും. ഓക്കെ, Montessori accepted if the muscles which should normally be functioning are dormant, there is not only physical but also psychic depression as well. അപ്പൊ ഒരു കാര്യം ചെയ്യാതെ അനങ്ങാതിരിക്കുന്ന കുട്ടിയാന്ന് വിചാരിക്കും, ഒന്നും ചെയ്യുന്നില്ല, അവൻ ജസ്റ്റ് അവിടെ വെറുതെ ഇരിക്കുകയാണ്, എപ്പോഴും വെറുതെ ഇരിക്കുകയാണ്. അപ്പൊ അവന്റെ ഫിസിക്കൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, അവന് സൈക്കിക് ആയിട്ടുള്ള ഡിപ്രഷനിലേക്കും അവൻ അത് തള്ളിവിടാനായിട്ട് കാരണമാവും. നമ്മളിപ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ മൈൻഡ് കുറച്ചും കൂടി റിലാക്സ്ഡ് ആയിട്ട്. This is why the action can be influenced also upon one's spiritual energy. അപ്പൊ നമ്മളുടെ ആക്ടിവിറ്റീസ്, നമ്മുടെ ആക്ഷൻസ് നമ്മുടെ സ്പിരിച്വൽ എനർജി, നമ്മുടെ മെന്റൽ ഹെൽത്തിനെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. Without activity, the child energy is drained, causing learning to more difficult task that it would be if there is freedom to move. നമ്മളിപ്പം നമുക്ക് ചിന്തിച്ചാൽ അറിയാൻ പറ്റും, നമ്മളോട് ജസ്റ്റ് ഡോക്ടർ എന്തെങ്കിലും ഒരു സർജറിയുടെ ഒക്കെ ഭാഗമായിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ മൂവ് ചെയ്യരുത്, ഇന്ന ദിവസം മൂവ് ചെയ്യരുത്, ഒരു ദിവസം ബെഡ് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ നമ്മളോട് പറഞ്ഞു കേട്ടോ. ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കണം എന്ന് ഡോക്ടർ പറയാന്ന് വിചാരിക്കും, നമുക്ക് ഭയങ്കരമായിട്ട് വിഷമാവൂലേ. അപ്പൊ എനിക്ക് ഡെലിവറിക്ക് മുമ്പായിട്ട് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീട്ടിൽ ആരും സമ്മതിക്കില്ല എനിക്ക് മൂവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞാലും എല്ലാം ബെഡിൽ തന്നെ കിടത്തിടാൻ നോക്കുള്ളൂ. പക്ഷെ നമ്മൾ എന്തോ നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലിംഗ് ആണ്, നമുക്കൊന്നും മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുമ്പോൾ നമുക്ക് എന്തോ നഷ്ടപ്പെട്ടു പോലെ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് നമ്മളോട് ഫുൾ ബെഡ് റെസ്റ്റ് പറയുമ്പോ, അല്ലെങ്കിൽ നമ്മളോട് അനങ്ങരുതെന്നൊക്കെ എപ്പോഴെങ്കിലും ഏതെങ്കിലും സിറ്റുവേഷനില്, അല്ലെങ്കിൽ നമ്മുടെ കാലെങ്ങാനും ഇടുന്നിട്ട് നമ്മൾ ഫുൾ ബെഡ് റെസ്റ്റ് എടുത്ത സിറ്റുവേഷൻസ് ആർക്കെങ്കിലും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ? അവരോട് ചോദിച്ചാൽ നമുക്ക് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് ബാക്ക് പെയിൻ ആയിട്ട് ഡിസ്ക് ഇങ്ങനെ അകന്നു പോയായിരുന്നു. അപ്പൊ ഞാൻ പി ജിക്ക് പഠിക്കുമ്പോഴാണ് 3 മാസം ബെഡ് റെസ്റ്റ് പറഞ്ഞു. എന്റെ മാം, അത് എനിക്കിത് ഓർക്കാൻ പറ്റില്ല ആ സാഹചര്യം, ഭയങ്കര അത്. കാരണം നമുക്ക് ഒട്ടും നമ്മൾ ഇത്രയും നാള് ഭയങ്കര ആക്റ്റീവായിട്ട് ഓടിച്ചാടി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തിരുന്നു, നമ്മളോട് ഫുൾ ബെഡ് റെസ്റ്റ് പറഞ്ഞു, നമ്മുടെ മൂവ്മെന്റ്സിനെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ നമുക്കൊരു ഭയങ്കര വിഷമമായിരുന്നു. നമ്മുടെ ഫിസിക്കലി നമ്മൾ ഭയങ്കര വീക്ക് ആണെങ്കിൽ പോലും നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ മെന്റലി അത് ഭയങ്കരമായിട്ട് നമ്മളത് അഫക്ട് ചെയ്യും, ഇല്ലേ? നമുക്ക് ഒരു സ്ഥലത്തേക്കും പോകാൻ പറ്റുന്നില്ല, നമുക്ക് ഒട്ടും പറ്റാത്ത പോലെ തോന്നും, ഭയങ്കര നമ്മൾ ഡിപ്രഷനിലേക്ക് തള്ളിവിടും. എനിക്കും ഇതേപോലെ തന്നെയായിരുന്നു. സെക്കൻഡ് പ്രസവിച്ച് കിടക്കുന്നത് തന്നെ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല കേട്ടോ. പ്രസവിച്ച് കഴിഞ്ഞാൽ സാധാരണ സ്ത്രീകളോട് ബെഡ് റെസ്റ്റ് പറയും. ഞാൻ ബെഡിലൊന്നും കിടന്നിട്ടേ ഇല്ല, ഞാൻ എഴുന്നേറ്റ് നടക്കും. എനിക്ക് പറ്റൂല, കാരണം എനിക്ക് വെറുതെ ഒരു സ്ഥലത്ത് ഇരിക്കാനായിട്ട് ഒട്ടും ഇഷ്ടമല്ല. ഭയങ്കര ഇങ്ങനെ ഓടി ഇങ്ങനെ നടക്കണം, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഓടി നടക്കണേക്കാം. അപ്പൊ എനിക്ക് പറ്റിയ പ്രശ്നമായിരുന്നു, എനിക്ക് 5th month ഉള്ള സമയത്ത്
സെക്കൻഡ് ബേബി കേട്ടോ. സെക്കൻഡ് ബേബിയുടെ കേസിൽ ക്ലാസ് ഒക്കെ പോകുന്നുണ്ട്, നോർമലായിട്ട് ക്ലാസ് ഒക്കെ എടുക്കാനൊക്കെ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പൊ സെക്കൻഡ് 5th മന്തിൽ സ്കാനിങ്ങിന്റെ സമയത്ത് ഡോക്ടർ എന്നെ ക്യാബിനിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അപ്പൊ എനിക്ക് ആദ്യത്തെ സിസേറിനായിരുന്നു, രണ്ടാമത്തെ സിസേറിനായിരിക്കുമല്ലോ, നോർമലാണ്. അപ്പൊ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ട്, എനിക്ക് പ്ലാസിന്റെ പ്രീവിയ ആണോ എന്നൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു എനിക്ക്. കാരണം നമ്മളുടെ പ്ലാസിന എന്ന് പറയുന്നത് കുട്ടിക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻസും അതേപോലെ തന്നെ ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടൊരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് നമ്മുടെ ബോഡിയിൽ ബിൽഡ് ചെയ്യുന്നൊരു സംഭവമാണ് പ്ലാസിന എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്ലാസിനയുടെ പൊസിഷൻ ലോവർ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഓൾറെഡി സിസേറിയൻ കഴിഞ്ഞ അതിന് തൊട്ടടുത്താണ് എന്ത് വന്നിരിക്കുന്നത്, ഈ പ്ലാസിന്റെയുടെ പൊസിഷൻ വന്നിരിക്കുന്നത്. സോ ഈ പ്ലാസിന്റെ മൂവ് ചെയ്ത് മുകളിലോട്ട് പോയാൽ മാത്രമേ നമുക്ക് സിസേറിയൻ പോസിബിൾ ആവുള്ളൂ. നോർമൽ സിസേറിയൻ സാധാരണ രീതിയിൽ സിസേറിയൻ ചെയ്യണമെങ്കിൽ തന്നെ റിസ്ക് കുറവാവുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ചോദിച്ചാൽ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ അവർ പറഞ്ഞത് എന്താ വെച്ചാല്, ഇനി ഈ 5th മന്ത് കഴിഞ്ഞ് 7th മന്തിലാണ് അടുത്ത സ്കാനിങ് വരുന്നത്. 5th മന്ത് ടു 7th മന്ത് ഫുൾ ബെഡ് റെസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. ദൈവമേ, ഇത്രയും നാള് ക്ലാസ് ഒക്കെ എടുക്കാനും അതേപോലെ എനർജി ആയിട്ടൊക്കെ ഓടി നടന്ന് ഞാൻ പെട്ടെന്ന് ബെഡ് റെസ്റ്റ് പറയുന്നത് എനിക്ക് ഭയങ്കര ഷോക്കാണ്, ഭയങ്കര വിഷമമായിട്ടാണ്. ഞാനത് ഈ സ്കാനിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഞാൻ തനിച്ചാ പോയിരുന്നത്, കൂടെ അനിയത്തി ആയിരുന്നുണ്ടായിരുന്നു. അപ്പൊ അനിയത്തിനോടൊന്നും പറഞ്ഞില്ല ഡോക്ടർ, ഹസ്ബൻഡിനെയും അമ്മനെയും വിടാൻ പറഞ്ഞു. അപ്പോഴും ഡോക്ടർ പറഞ്ഞു അവരുടെ വരുന്നത് ഇനി എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ വിട്ടാൽ മതി, ഇവിടെ ഹസ്ബൻഡിനെയും അമ്മനെയും വിളിച്ചാൽ മതി, അല്ലെങ്കിൽ ഫോൺ നമ്പർ തന്നു. അപ്പൊ തന്നെ മനസ്സിലായി എന്തോ ഒരു റിസ്ക് ഉണ്ട്, എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പൊ വൈകുന്നേരം ആയപ്പോ ഹസ്ബൻഡും അമ്മയും കൂടി ഡോക്ടറെ കാണാൻ വേണ്ടി പോയി, കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ അവര് എന്നോട് പറഞ്ഞത് ബെഡിൽ നിന്ന് എഴുന്നേക്കാൻ പാടില്ല, ഫുൾ ബെഡ് റെസ്റ്റ് ആയിരിക്കണം. അത്രയും നാള് നമ്മള് ഓടിച്ചാടി നടന്ന സമയത്ത് പിന്നെ മൂത്ത ആളുണ്ട്, അവളെ എടുക്കാൻ പാടില്ല, അങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വന്നു. ഭയങ്കര ഡിപ്രഷനാണ്, ഭയങ്കര ഡിപ്രഷൻ. അവർ ഭയങ്കര വിഷമത്തിലേക്കാണ് ഞാൻ പോയത്. ഭയങ്കരമായിട്ട് എന്താ പറയാ, നമ്മളെ ഡിപ്രഷനിലേക്ക് വിടും. കാരണം എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ഓടാൻ പറ്റുന്നില്ല, അങ്ങനത്തെ കുറെ പ്രശ്നം വന്നു. ഡെലിവറി കഴിഞ്ഞു, പിന്നെ വന്നു 7th മന്തിലും ഈ ഡോക്ടർ പറഞ്ഞു ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം, പ്ലാസിന്റെ കുറച്ച് മൂവ് ആയിട്ടുണ്ട്, ബൈ ചാൻസ് ഇപ്പൊ നിൽക്കുന്ന പൊസിഷനിലാണെങ്കിൽ ഒരു റിസ്കി ഡെലിവറി പറയാം, അല്ല കുറച്ചും കൂടി മൂവ് ആവുകയാണെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ട് സിസേറിന് ആ ഒരു പ്രോസസ് നമുക്ക് ഇവിടെ ചെയ്യാം, നമ്മുടെ ഹോസ്പിറ്റലിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ ഷിഫ്റ്റ് ചെയ്യേണ്ട വരും. വേറെ ഹോസ്പിറ്റൽ അവർ പ്രിഫർ ചെയ്തു. സോ ഞാൻ പേടിച്ചു, എല്ലാവരും ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, അപ്പൊ എല്ലാവർക്കും ഭയങ്കര പേടിയായി. അപ്പൊ അത് കഴിഞ്ഞു 9th മന്ത്സ് ഒക്കെ ആയി കഴിഞ്ഞപ്പോ ഓക്കെ ആയി, വേറെ പ്രശ്നമൊന്നുമില്ല, പ്രോപ്പർ ആയിട്ട് പോയി. പിന്നെ ഡെലിവറി കഴിഞ്ഞു 27 28 കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു കുട്ടി ഡെലിവറി കഴിഞ്ഞ് 2-3 ദിവസം ഞാനൊന്ന് ബെഡിലൊക്കെ കിടന്നു, കാരണം സിസേറിയൻ ആയതുകൊണ്ട് പെയിൻ ഒക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 4th അന്ന് മുതൽ ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. നടന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പെയിൻ കുറയുള്ളൂ എന്ന് നമ്മൾക്കൊക്കെ അറിയാം. മൂവ്മെന്റ്സ് നമ്മുടെ ഫിസിക്കൽ, നമ്മുടെ ആ മൂവ്മെന്റ്സ് നമ്മുടെ എന്താ പറയാ ബോഡിക്ക് കുറച്ചും കൂടി സ്ട്രോങ്, അല്ലെങ്കിൽ ഫിസിക്കലി നമ്മൾ കുറച്ചും കൂടി എന്തെങ്കിലും ബിൽഡ് ചെയ്യും. അപ്പോ നമ്മളിങ്ങനെ കോഴ്സ് ഒക്കെ കഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്കറിയാം നമുക്ക് ഈ മൂവ്മെന്റ്സ് നമ്മൾ കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ മൂവ് ചെയ്യുമ്പോൾ എന്റെ മൈൻഡ് ഓക്കെയാണ്, എനിക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഓക്കെ എനിക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ മൈൻഡ് പറയണം ഞാൻ ഓക്കെ ആയിട്ടുണ്ട് എന്ന്. ഫിസിക്കലി ഞാൻ ഓക്കെ ആവുന്നു, സോ എന്റെ മെന്റലി ഞാൻ ഓക്കെ ആവണം. പിന്നെ ഞാൻ എന്ത് ചെയ്തില്ല, ബെഡിലൊന്ന് കിടക്കാൻ പറ്റില്ല, നടക്കും. വയസ്സായ കാരണവന്മാരൊക്കെ പറയും നമ്മളോട് ബെഡിൽ കിടക്കണം, നിർബന്ധമായിട്ട് കിടക്കണം, അനങ്ങരുത് എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ നല്ല ആക്റ്റീവായിട്ടൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. സോ എന്റെ പെട്ടെന്ന് സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞു പെട്ടെന്ന് ഞാൻ റിക്കവർ ചെയ്തു. അതേപോലെ മെഡിസിൻസ് ഒന്നും നമ്മളിപ്പോ സാധാരണ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് മാത്രം നമ്മൾ കഴിച്ചു, അല്ലാതെ ബാക്കി ഇതുണ്ടല്ലോ കുറെ എന്താ പറയാ ആയുർവേദ മരുന്നുകൾ, അതൊന്നും ഞാൻ കഴിച്ചില്ല. പെട്ടെന്ന് റിക്കവർ ആയി. വേറെ കുട്ടിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് മൈൻഡ് ഓക്കെ, നമുക്ക് മൂവ് ചെയ്യുമ്പോൾ മെന്റലി ഓക്കെയാണ്. കാരണം അത്രയും നാൾ നമ്മള് ഫുൾ ബെഡ് റെസ്റ്റ് ആയിരുന്നല്ലോ. അപ്പൊ എനിക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിയായിരുന്നു, ഭയങ്കര ഇഷ്ടമാണ് നടക്കാനൊക്കെ, ആക്റ്റീവായിട്ട് ഓടിയൊക്കെ നടക്കാനായിട്ട്. നമ്മളിപ്പോ ഒരാൾ കുറെ നമ്മളോട് ഒരാള് ഇപ്പൊ കാലൊക്കെ ഒടിഞ്ഞ് കിടക്കുകയാണെങ്കിൽ നമുക്ക് അത് മൂവ് ചെയ്ത് തുടങ്ങുമല്ലോ. നടന്നു തുടങ്ങുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയാ ഭയങ്കര ഒരു ഇഷ്ടം, അല്ലെങ്കിൽ ഭയങ്കര ഒരു സംതൃപ്തി തോന്നും നമുക്ക് മൂവ് ചെയ്യുമ്പോൾ. നമ്മുടെ മൈൻഡും ഒരു പരിധി വരെ ഓക്കെ ആവും.
നെക്സ്റ്റ് അപ്പൊ മൂവ്മെന്റ് നമുക്കൊരു ഫ്രീഡം തരുന്നുണ്ട്, നമുക്കൊരു ഹാപ്പിനെസ് തരുന്നുണ്ട്. മൂവ്മെന്റ് നമുക്കൊരു ഹാപ്പിനെസ്, ഫ്രീഡം, കോൺസെൻട്രേഷൻ ഒക്കെ തരുന്നുണ്ട്. അപ്പൊ കുട്ടികളെ നമ്മൾ എപ്പോഴും ലെക്ചർ ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു ബെഞ്ച്, ഒരു ഡെസ്ക്, ആ ഒരു ഏരിയ മാത്രം നമ്മൾ അലോ ചെയ്യുമ്പോൾ കുട്ടികളുടെ കഴിവുകൾ, കുട്ടികളുടെ എന്താ പറയാ എബിലിറ്റി, ആ ഫ്രീഡം നമ്മൾ അവിടെ എന്ത് ചെയ്യാണ്, സ്റ്റോപ്പ് ചെയ്യാണ്. അവർക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്ത, അവർ ആ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങൾ മാത്രം കേട്ടുകൊണ്ടിരിക്കാൻ മാത്രമേ അവർക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മൾ ടൈം അലോ ചെയ്യുന്നുള്ളൂ. അങ്ങനെയല്ല കുട്ടികളെ അലോ ചെയ്തിട്ട് നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് കൊടുക്കുക, അവർ ഫ്രീ മൂവ് ചെയ്യാം, നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് അവരെന്ത് ചെയ്യാം, അഡാപ്റ്റ് ചെയ്യിപ്പിക്കാം. ഇതാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഡോക്ടർ മോണ്ടിസോറിയുടെ കാര്യം പറഞ്ഞ് വായിച്ചേ. ഞാൻ വായിക്കാം. ഓക്കെ, Dr. Montessori emphasized, in fact, it is only by movement that the personality can express itself. Freedom of movement clearly relates to freedom in general. Montessori believed that a child who is control of himself, prepared to make analytical choice and resist fleeting, illogical temptation is free. Therefore, freedom goes hand in hand with responsibility and self-discipline. Within the prepared environment, the child is allowed to develop his focus, become self-disciplined, and act with responsibility. He is by that able to become truly free. ഓക്കെ, അപ്പൊ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറി പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പേഴ്സണാലിറ്റി മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റി നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. ഇവിടെ നമ്മൾ മൂവ്മെന്റ്സിന് ഫ്രീഡം കൊടുക്കുന്നു. സോ അവന് പബ്ലിക്കിൽ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് എങ്ങനെ മൂവ് ചെയ്യണം, ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ ഓൾറെഡി ലേൺ ചെയ്തിട്ടാണ് നമ്മുടെ എൻവയോൺമെന്റിൽ പോകുന്നത്. സോ മോണ്ടിസോറി ആ കുട്ടിക്ക് അവനെ തന്നെ കൺട്രോൾ ചെയ്യാനും അവന്റെ ആ ഒരു അനലിറ്റിക്കൽ ചോയ്സ് എന്നുവെച്ചാൽ അവന് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങൾ എടുക്കാൻ പറ്റും. അതേപോലെ ലോജിക്കൽ ടെംപ്റ്റേഷൻസ് നിന്നൊക്കെ അവൻ ഫ്രീ ആയിരിക്കും. ടെംപ്റ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കോപം വരാ, ദേഷ്യം വരാ, അങ്ങനത്തെ കാര്യങ്ങളിൽ നിന്നൊക്കെ അവൻ ഭയങ്കരമായിട്ട് ഫ്രീ ആയിരിക്കും. Therefore, freedom goes in hands. നമ്മൾ കുട്ടികളുടെ കയ്യിലേക്ക് തന്നെയാണ് അവരുടെ ഫ്രീഡം കൊടുക്കുന്നത്. സോ അവർക്കത് ഒരു സെൽഫ് ഡിസിപ്ലിനും അതേപോലെ റെസ്പോൺസിബിലിറ്റിയും കുട്ടികളിൽ തന്നെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നത്. കാരണം എന്താണ്, അവര് ഇപ്പൊ കാണുന്നതും നമ്മുടെ എൻവയോൺമെന്റ് കാണുന്നതും അവർ ചെയ്യുന്നതുമായിട്ടുള്ള ആക്ടിവിറ്റീസ് അവരിൽ സെൽഫ് ഡിസിപ്ലിൻ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ ഈ പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഈ എൻവയോൺമെന്റിലേക്ക് ആ കുട്ടീനെ വിടുമ്പോൾ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാനും സെൽഫ് ഡിസിപ്ലിൻ അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡെറൈവ് ചെയ്യാനും പറ്റുന്നുണ്ട്. സോ ഇത് കുറച്ചുകൂടി ഫുള്ളി ഫ്രീ ആണ്. കുട്ടിയുടെ മൈൻഡും അതേപോലെ തന്നെ ബോഡിയും ഫുള്ളി ഫ്രീ ആണ്. നമ്മള് ഹെൽത്തി മൈൻഡ് ഈസ് ഇൻ ഹെൽത്തി ബോഡി ഏതൊരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തില്ലേ? ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലാണോ ഡിസ്കസ് ചെയ്ത് ഈ ഒരു പോർഷൻ? ഹെൽത്തി മൈൻഡ് ഇൻ ഹെൽത്തി ബോഡി, ആരോഗ്യമുള്ള നമ്മളല്ലേ ഡിസ്കസ് ചെയ്തത്? ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് കുടിയിരിക്കും. കുറെ സ്ഥലത്ത് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെയും അലോ ചെയ്യുന്നത്. ആരോഗ്യമുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ എന്താവുള്ളൂ, ആരോഗ്യമുള്ള ഒരു മനസ്സിന് സ്ഥാനമുള്ളൂ. സോ നമ്മൾ ഇവിടെ കൂടുതലായിട്ട് മസിൽ മൂവ്മെന്റ്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ്. അപ്പൊ മസിൽ മൂവ്മെന്റ്സ് വഴി കുട്ടികളുടെ മൈൻഡും അതേപോലെ തന്നെ ഫീലിങ്സും ഇംപ്രൂവ് ചെയ്യാണ്. അവന് നല്ല ഫീലിംഗ്, നല്ലൊരു ഗുഡ് ഫീലിംഗ്, നല്ല ബെറ്റർ എക്സ്പീരിയൻസ് കിട്ടുകയാണ്. അവന് ഇൻഡിപെൻഡൻസ് കിട്ടുന്നുണ്ട്, അവന് സ്വാതന്ത്ര്യം കിട്ടുന്നുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് ഫ്രീലി മൂവ്മെന്റ് ചെയ്യുക, അവർക്ക് എന്താണ് ഇഷ്ടമുള്ള കാര്യങ്ങൾ, എന്ത് മെറ്റീരിയൽ വെച്ച് അവരെന്ത് ചെയ്യണം, യൂസ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ അലോ ചെയ്യണം. സോ അവർക്ക് അവിടെ ഇൻഡിപെൻഡൻസ് കിട്ടുന്നുണ്ട്. കോൺസെൻട്രേഷൻ പവർ കൂടുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്ത് അവരതിൽ കൂടെ കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്. മൂവ്മെന്റ്സിലൂടെ ഓരോ കാര്യങ്ങൾ മൂവ് ചെയ്ത് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ അവർക്ക് കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട്, കോൺഫിഡൻസ് കൂടുന്നുണ്ട്. ഒറ്റയ്ക്ക് ഒരു കാര്യം ചെയ്ത് അവർ ആ ഒരു എന്താ പറയാ കോൺഫിഡൻസ് അവർ തന്നെ എന്ത് ചെയ്യാൻ ഡെവലപ്പ് ചെയ്തെടുക്കാണ്. ദെൻ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യുന്നുണ്ട്. എല്ലാവരും തമ്മിൽ നല്ല രീതിയിൽ കോർഡിനേഷനും അതേപോലെ ഒരു ബാലൻസിലൂടെ അവർക്ക് ആ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് വരും. ഇതുവഴി കുട്ടീനെ നോർമലൈസ്ഡ് ചൈൽഡ് ആക്കി മാറ്റാനായിട്ട് പറ്റും.
ഇത് എന്തിന് കാരണമാകുന്നു? നമ്മുടെ ഒരു ഹെൽത്തി ബോഡിയുടെ അകത്തൊരു ഹെൽത്തി മൈൻഡ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ഈ മൂവ്മെന്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ലാസ്റ്റ് പാരഗ്രാഫ് ആരാ വായിക്കുന്നത്? ഞാൻ വായിക്കാം. ഓക്കെ, ഫാത്തിമ. In short, movement leads to muscle improvement, stimulates the mind and feelings, develops independence, concentration, confidence through agility, balance and coordination, and language, leads to normalization and totally result in a healthy body and mind. ഓക്കെ, ഞാൻ ഓൾറെഡി അതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ മൂവ്മെന്റ്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സ് ഒരുപാട് പാരഗ്രാഫ്, വലിയ പാരഗ്രാഫിലാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് എല്ലാവരും ഒന്ന് റീഡ് ചെയ്യുക. ഒരു 3-4 സെന്റൻസ് നിങ്ങൾ ഓരോരുത്തരും അവർക്ക് മൂവ്മെന്റ്സിനെ കുറിച്ച് എന്താണ് തോന്നിയത്, ഒരു 3-4 സെന്റൻസ് ഓൺ വേർഡ്സിലൊന്ന് പറയാൻ പറ്റണം. എന്താണ് നിങ്ങൾക്ക് മൂവ്മെന്റ്സിനെ കൊണ്ട് തോന്നുന്നത്? മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് എന്താണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നത്? മൂവ്മെന്റ്സ് എന്ത് ഇംപ്രൂവ് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ, അതേപോലെ എന്താണ് നിങ്ങൾക്ക് മൈൻഡിലേക്ക് വരുന്നത്? അത് പറയാനായിട്ട് നിങ്ങളൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഒരു 5 മിനിറ്റ് ഞാൻ ഒന്ന് റീഡ് ചെയ്ത് നോക്കാനും ഇത് പ്രിപ്പയർ ചെയ്യാനും ടൈം തരാം. ദെൻ നിങ്ങൾ മൂവ്മെന്റ്സിനെ കുറിച്ച് പറയണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ ആണ് മാം. ഓക്കെ, എല്ലാവരും മൂവ്മെന്റ്സും ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്സും റീഡ് ചെയ്യാം കേട്ടോ.
എല്ലാരും വായിച്ചു നോക്കിയാ? വായിച്ചു. ഓക്കെ. ഇനി ഓരോരുത്തരും അവർക്ക് എന്താണ് മൊമെന്റ്സിനെ കുറിച്ച് മനസ്സിലായെന്ന് പറയണം. ഓക്കെ, ആരാണ് ഫസ്റ്റ് പറയുന്നത്? ഞാൻ പറയാം. മായ പറഞ്ഞോട്ടാ. നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ്, അതാണ് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ വരുന്നത് കുട്ടികളുടെ മൂവ്മെന്റുമായിട്ട് എന്താണ് പഠനത്തിനുള്ള പ്രത്യേകത, നമ്മുടെ എഡ്യൂക്കേഷനിൽ ഇമ്പോർട്ടൻസ് ഓഫ് മൂവ്മെന്റ് എന്താണെന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇതിനെ ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ മോണ്ടിസോറി അറ്റ്മോസ്ഫിയറിൽ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാനും അവർക്ക് ഫ്രീഡം കൊടുക്കും. സാധാരണ നോർമൽ അല്ലാതെ നമ്മളുടെ അല്ലാത്ത ക്ലാസ് ട്രഡീഷണൽ ക്ലാസ് റൂമിലൊക്കെ കുട്ടികൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല. ടീച്ചർ പറയുന്നു, ജസ്റ്റ് കേൾക്കുന്നു, അവര് അത് വായിക്കുന്നു, എഴുതുന്നു, അതുകൊണ്ട് അവിടെ എന്താ പറയാ, അതവിടെ തീരുന്നു. എന്നാൽ മോണ്ടിസോറി ക്ലാസ്സിൽ കുട്ടികൾ ക്രിയേറ്റീവ് തിങ്കിങ് ആണ്. അവർക്ക് ഓരോ ആക്ടിവിറ്റീസും ചെയ്യാൻ ഫ്രീഡം ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടെ ബ്രെയിനും നന്നായിട്ട് വർക്ക് ചെയ്യും. അതായത് മസിൽ മൂവ്മെന്റ് ഉണ്ട് അവിടെ. അങ്ങനെ മസിൽ മൂവ്മെന്റ് വരുന്നതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല ബ്രെയിനൊക്കെ നല്ല ഷാർപ്പറായിരിക്കും. അവർക്ക് ഒരു ആക്ടിവിറ്റിയും ചെയ്യാൻ അവർക്കൊരു പേടി ഉണ്ടാവില്ല. എല്ലാവർക്കും ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അവരുടെ ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾക്ക് അവരുടെ സ്വഭാവത്തിൽ തന്നെ മാറ്റമുണ്ട്. അവർക്ക് ഒരു കാര്യം ചെയ്യുന്നതിൽ അവർക്ക് ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവർക്ക് സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാവും. ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളൊക്കെ ആണെങ്കിൽ നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോൾ നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്നുള്ളൂ, നമ്മളുടെ ചിന്തകൾ വേറെ പല പല വഴിക്ക് പോകും. പക്ഷെ ഈ മോണ്ടിസോറിയിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ ഫുള്ളി അതിൽ നമ്മൾ ആ വർക്കഹോളിക് ആയിരിക്കും. അതിങ്ങനെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കും. അപ്പൊ എന്തായിരിക്കും, നമ്മുടെ കോൺഫിഡൻസ് ലെവല് കൂടും. പിന്നെ അതുപോലെ നമ്മൾ ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ട് തന്നെ പിള്ളേർക്ക് മറ്റു കുട്ടികളുമായിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം, അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. പിന്നെ ഈ മസിൽസ് എന്താ പറയാ, ഡിപ്രഷൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ മോണ്ടിസോറി ക്ലാസ്സിലെ കുട്ടികൾക്ക് ഉണ്ടാകത്തേയില്ല. അവരെപ്പോഴും നമ്മുടെ ഒരു സൊസൈറ്റിക്ക് എപ്പോഴും ഒരു നല്ലൊരു ബൈ പ്രൊഡക്റ്റ് ആയിരിക്കും. മറ്റുള്ളതിനെ അപേക്ഷിച്ച് മോണ്ടിസോറിയാണ് ഏറ്റവും ബെറ്റർ. അത് മൂവ്മെന്റ്സിന് ഒത്തിരി ഇമ്പോർട്ടൻസ് ആണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ മോന്റെ കാര്യം തന്നെ പറയാം. ഇവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവൻ ക്ലാസ്സിൽ ടോപ്പാണ്. പക്ഷെ ഇവന് വന്നു കഴിഞ്ഞാൽ ഉടനെ ബുക്ക് ബാഗ് അവിടെ വെക്കുന്നു, ഓടി കളിക്കാൻ പോകും. പിന്നെ അവനൊരു 3 മണിക്കൂർ 2 മണിക്കൂർ കളിക്കും. അപ്പൊ അങ്ങനെ കളിക്കുമ്പോൾ ഞാൻ വിചാരിക്കും, എന്റെ ദൈവമേ, ഇത്ര സമയം അവൻ കളയുവാണല്ലോ, അവന്റെ വിലപ്പെട്ട സമയമാണ് അവൻ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അവൻ കളിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് ആകെ 1/2 മണിക്കൂറോ 1 മണിക്കൂറോ പഠിക്കും. അത് പഠിക്കുന്നു, ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കും. പിന്നെ വിട്ടു, പിന്നെ ഒന്നുമില്ല. അപ്പൊ അവൻ ഈ കളിച്ച് കഴിഞ്ഞ് വരുമ്പോ അവന്റെ ഇത്രയും നേരം ഇത്രയും ക്ലാസ്സിലിരുന്ന് മടുത്ത് വന്നിട്ട് ആ കളിക്കുമ്പോ അവനങ്ങ് റിഫ്രഷ് ആവുകയാണ്. പിന്നെ അവൻ പഠിക്കുന്നതൊക്കെ അവൻ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പം ഇവന്റെ ക്ലാസ്സിൽ ഒരു കുട്ടിയെ അതിന്റെ അമ്മ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കും. എന്നല്ല, പഠിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നും അല്ല കേട്ടോ, സ്നേഹക്കുറവുകൊണ്ടൊന്നുമല്ല. എപ്പോഴും പഠിക്കുക എന്ന് പറയും. വൈകുന്നേരം വന്നാൽ ഒന്ന് കളിക്കാൻ വിടത്തില്ല. അങ്ങനെ അവനിങ്ങനെ വന്നിട്ട് ഇവനോട് പറഞ്ഞു, ഗൗതം, ഞാൻ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ ഞുള്ളിയതും അടിച്ച പാടൊക്കെ ഇവനെ കാണിക്കും. അപ്പൊ ഇവൻ പറഞ്ഞത്, നിന്റെ അമ്മയോട് മോണ്ടിസോറി ക്ലാസ്സിൽ ചേരാൻ പറ, അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. അത് ഓക്കെ മാം, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. ഓക്കേടാ. എന്തായാലും കുട്ടികൾ തന്നെ നമുക്ക് ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. ആരുള്ളത്? മായയുടെ മോനല്ലേ പറഞ്ഞത്? അതെ അതെ അതെ. അവൻ ഈയിടെ അവന്റെ പപ്പയോട് പറയാണ്, അമ്മയുടെ സ്വഭാവത്തിൽ ഭയങ്കര മാറ്റമാണ്, അമ്മയുടെ ക്യാരക്ടർ മൊത്തം മാറി. അപ്പൊ ഹസ്ബൻഡും പറഞ്ഞു, അതേടാ മൊത്തം ചെയ്തേ, മൊത്തത്തിൽ ഭയങ്കര മാറ്റം. ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചത് ഞാൻ കേട്ടതാ. ഓക്കെ, നമുക്ക് മാറ്റം വരും കേട്ടോ. കാരണം നമ്മുടെ മുമ്പ്
നമ്മൾ ആദ്യമൊക്കെ ഫസ്റ്റ് ഒക്കെ ചിലപ്പോ ആദ്യം നമ്മുടെ പഴയ ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചൂടാവുന്ന ആ ഒരു ടൈപ്പ് ക്യാരക്ടർ ആണ്. നമ്മൾ കോഴ്സ് കഴിഞ്ഞു, നമ്മളൊരു കാര്യം ഒബ്സർവ് ചെയ്യാൻ തുടങ്ങും. നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുട്ടികളോട് വഴക്ക് പറയാതൊക്കെ ആവും. ഒരുപാട് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുണ്ട് കുട്ടികൾ. ഓക്കെ, കറക്റ്റ് ആയിട്ട് കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇനി അടുത്ത ആരാ പറയുന്നേ? ഞാൻ പറയാം. ഓക്കെ, ജാസ്മിൻ. ഓക്കെ, മൂമെന്റ്സ് ഇപ്പൊ നമ്മള് ശരിക്കും പറഞ്ഞാൽ കുട്ടികളുടെ മാത്രം മൂമെന്റ്സ് അല്ല, ഇപ്പൊ നമ്മുടെ വലിയവരുടെ ആണെങ്കിലും കുട്ടികളുടെ ആണെങ്കിലും മൂമെന്റ്സ് നമ്മുടെ ഡെവലപ്മെന്റിന് ഭയങ്കര പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. അപ്പൊ ഈ മൂമെന്റ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇപ്പൊ മാം ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അടുത്തിരുന്ന് ശരിക്കും പറഞ്ഞാൽ എന്തെങ്കിലും കുട്ടികളുടെ കൂട്ടത്തിൽ കളിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസിനൊക്കെ കൂടുന്നത്, അതൊക്കെ ഭയങ്കര നല്ലത് തന്നെയാണ്. അത് അവരിൽ ഭയങ്കര പോസിറ്റീവായിട്ടൊരു എനർജി ഫീൽ ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇപ്പം നമ്മൾ ഒരുപാട് ടെൻഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് അവരുടേതായ ടെൻഷനുകൾ ഉണ്ടാകും, നമുക്ക് നമ്മുടെ ടെൻഷനുകൾ വലുതുമായിരിക്കും, അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവർക്കും അത് വലുതായിരിക്കും. ഹോംവർക്ക് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ. ഇപ്പം മോണ്ടിസോറിയിൽ പഠിപ്പിക്കുന്ന ഒരു രീതി വെച്ചിട്ട്, മോണ്ടിസോറി നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാതൃക എന്ന് പറയുന്നത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റികളിൽ ഇതാക്കുക എന്നുള്ളതാണ്, എൻജോയ് ചെയ്യിക്കുക, അല്ലെങ്കിൽ അവരെ കൊണ്ട് ആക്ടിവിറ്റികൾ കൊണ്ട് തന്നെ അവരെ അത് പഠിപ്പിച്ചെടുക്കുക, അങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്നും അവരെ ഡെവലപ്പ് ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഈ മൂവ്മെന്റ്സും നമ്മൾ കൂടുതൽ അവരെ കൊണ്ട് ചെയ്യിക്കുന്നത് വഴി അവരുടെ മൈൻഡ് എപ്പോഴും ഫ്രീ ആയിരിക്കും. അവരുടെ ഈ ടെൻഷനുകൾക്ക് ഒരുപാട് റിലീഫ് ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ അവരുടെ മസിൽസിന് നല്ല ക്ഷമത ഉണ്ടാകും. അതൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കൊരു ഹെൽത്തി ബോഡി ഉണ്ടാകും. അതിനൊപ്പം തന്നെ ഹെൽത്തി ബോഡി ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ മൈൻഡും ഹെൽത്തി ആകും. ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയായിട്ടാണ് എനിക്ക് അത് തോന്നിയേക്കുന്നത്. കാരണം നമ്മുടെ മൈൻഡ് എത്രത്തോളം ഹെൽത്തി ആണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ ബോഡി ഹെൽത്തി ആവുന്നത്. നമ്മുടെ ബോഡി എത്ര ഹെൽത്തി ആയിരിക്കും അതനുസരിച്ചായിരിക്കും നമ്മുടെ മൈൻഡും ഹെൽത്തി ആയിട്ട് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് മാം. ഓക്കേടാ, ഇനി ആരാ പറയുന്നത്? അവർക്ക് എന്താണ് മൂമെന്റ്സിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് മനസ്സിലായത്? ഞാനില്ല, വേറെ ആരും ഒന്നും പറയുന്നില്ല മൂമെന്റ്സിനെ കുറിച്ചിട്ട്. ഓക്കേടാ, വേറെ ആരെങ്കിലും? കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്നുണ്ട്, നമുക്ക് കോൺസെൻട്രേഷൻ കൂട്ടുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, നമ്മുടെ ഇമ്പോർട്ടൻസിലേക്ക് തന്നെ വരാം. നമുക്ക് ആരാ പറയുന്നേ? ഓക്കേടാ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സും കേട്ടിട്ടില്ല, ഈ ക്ലാസ് ഞാൻ വർക്കിന്റെ ഇടയിൽ കൂടെ കേട്ടോണ്ടിരുന്നതാട്ടോ. അതുകൊണ്ട് ടെക്സ്റ്റിന് ബേസ് ചെയ്തിട്ടാവില്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മൂമെന്റ്സിനെ കുറിച്ച് പറയാം. അതായത് മൂമെന്റ്സ് എന്ന് പറഞ്ഞാല് മോണ്ടിസോറി പറഞ്ഞിരിക്കണു, ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ തന്നെ പഠനം തുടങ്ങുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അത് ശരിയാണ്. എന്തെന്ന് വെച്ചാല് നമ്മള് ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമ്മള് അടങ്ങിയിരിക്കുന്ന അമ്മമാരെക്കാട്ടിക്കും ജോലി ചെയ്യുന്നതാണെങ്കിൽ അതൊരു പ്രവൃത്തിയാണ്, ജോലി ചെയ്യുന്ന. അതുപോലെ മ്യൂസിക് കേൾക്കുക, അങ്ങനെ ഓരോന്നും ചെയ്യുന്നതിനനുസരിച്ചിട്ടാവും കുട്ടിയുടെ ഇത് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പൊ ഓരോ പ്രവൃത്തി, അതായത് നമ്മൾ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തന്നെ നമ്മളെ മൂവ്മെന്റ്സിന് നമ്മളെ കുട്ടിക്കും തമ്മിലൊരു ബന്ധം ഉണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അത് കഴിഞ്ഞിട്ടും കുട്ടി ഓരോന്ന് ചെയ്യുമ്പോൾ ആ കുട്ടിയുടെ പ്രവർത്തനം നമ്മൾ തടയാതെ അതിനൊരു ഫ്രീഡം കൊടുത്ത്, അതിന് നമ്മൾ അങ്ങനെ ഫ്രീഡം കൊടുത്തിട്ടാണ് ഇതാക്കണമെങ്കിൽ ആ കുട്ടിക്ക് എന്താ പറയാ, കുട്ടിക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉയരും. അല്ലാതെ നമ്മൾ കുട്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ ചടക്കത്തിലിരിക്കും, ഒതുങ്ങിയിരിക്കും എന്ന് പറഞ്ഞ് അവർ ചെയ്യാതെ അവരെ ഇതിനെ തളർത്തുമ്പോൾ അവർക്ക് തന്നെ തോന്നുക ഞാൻ അത് ചെയ്യാൻ പാടില്ല, ചെയ്തവർക്ക് പണിഷ്മെന്റ് കിട്ടും പറഞ്ഞ് അവിടെ നമ്മൾ അവരുടെ മെന്റൽ ഡെവലപ്മെന്റിനും അവരുടെ കഴിവിനും നമ്മൾ അവിടെ ഇട്ട് തളർത്തി ഇതൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൂവ്മെന്റ്സിന് ഒരു കുട്ടിയുടെ മാനസിക വികസനത്തിലും അതുപോലെ ഇതിലും ഡെവലപ്മെന്റിലും വലിയൊരു പങ്ക് തന്നെയാണ് മൂവ്മെന്റ്സിനുള്ളത്. ഇത്രയും എനിക്ക് മനസ്സിലായത് മൂവ്മെന്റ്സിനെ കുറിച്ചിട്ട്. ഓക്കെ, നോക്കാം. ഇനി സ്പിരിറ്റ് ആൻഡ് ഫ്ലഷ്. സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മൈൻഡ് ആണ് കേട്ടോ.
സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ സാധാരണ ആത്മാവ് എന്നൊന്നും എഴുതി വെക്കരുത്. ഇവിടെ പറയുന്ന സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡിനെയാണ് ഇവിടെ പറയുന്നത്. ഫ്ലഷ് ഉദ്ദേശിക്കുന്ന ബോഡിയാണ്, മൈൻഡ് ആൻഡ് ബോഡി, അതാണ് ഇവിടെ പറയുന്നത്. ആരാ റീഡ് ചെയ്യുന്നേ? ഞാൻ വായിക്കാം മാം. ഓക്കേടാ. Spirit and flesh. According to Montessori, during the infant stage, the child wants to do many things but does not have the power to do it. It is like the spirit is willing but the flesh is weak. The flesh stands for the almost absolute complexity of voluntary muscles with which we are endowed. They are the materials out of which the child will have to create his instruments. The child at birth lacks coordination because the development of his nervous system is insufficient. He requires practice to develop his nervous system. It is the psychic development which creates movements. Creates moments. Okay. മോണ്ടിസോറി അല്ലെങ്കിൽ നമ്മുടെ ഇൻഫന്റ് സ്റ്റേജിലെ കുട്ടികൾക്ക് എങ്ങനെയാണ്, അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ അവരുടെ പവർ എങ്ങനെയായിരിക്കും? വീക്ക് ആയിരിക്കും. അവരുടെ സ്പിരിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ മൈൻഡ് പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പക്ഷെ അവന് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവരുടെ ബോഡി അവൻ എന്താണ് വീക്കാണ്. ഒരു ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു 1.5 വയസ്സൊക്കെ ആവുമ്പോഴേക്കും കുട്ടി തലകുത്തി, നമ്മൾ പറയില്ലേ തലകുത്തി മറിയുന്നൊക്കെ, അതേപോലെ തലകുത്തി മറിയണമെന്ന് അവൻ ആഗ്രഹമുണ്ട്. അപ്പൊ അവൻ എന്ത് ചെയ്യും? തലകുത്തി നിൽക്കും. പക്ഷെ അവൻ എന്ത് ചെയ്യില്ല, കാല് അല്ലെങ്കിൽ കൈ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കും, പക്ഷെ കാല് പൊക്കില്ല. കാല് പൊക്കിയാലാണ് മറിഞ്ഞ് വീഴുക. കാരണം എന്താണ്, അവർ ആ ഒരു ഇത് കിട്ടിയിട്ടില്ല, ആ ഒരു ബോഡിക്ക് പവർ അവനോട് കിട്ടുന്നില്ല. പക്ഷെ അവന്റെ മൈൻഡ് അവനോട് പറയുന്നുണ്ട് തലകുത്തി മറിയണം. പക്ഷെ അവനത് ചെയ്യാനായിട്ട് അവന്റെ ബോഡിക്ക് ആ ഒരു പവർ കിട്ടുന്നില്ല. അപ്പൊ നമ്മള് അറ്റ് ബർത്ത് സാധാരണ കുട്ടി ജനിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാ മൂവ്മെന്റ്സും ഒരുമിച്ച് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്, നമ്മുടെ നെർവസ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ആയി വരുന്നുള്ളൂ. പതുക്കെ പതുക്കെ നമ്മുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രാക്ടീസിലൂടെയാണ് നമ്മുടെ ഈ നെർവസ് സിസ്റ്റം ഫുൾ ആയിട്ട് എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ സൈക്കിക് ഡെവലപ്മെന്റ് മൂവ്മെന്റ്സിലൂടെ നടക്കുന്നത്. ഈ നമ്മൾ ഓരോ കാര്യങ്ങളുടെ ആക്ടിവിറ്റി ചെയ്താണ് സൈക്കിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നെർവസ് സിസ്റ്റം ഫുള്ളി ഡെവലപ്പ് ആകുന്നത്. ഓക്കെ, നമ്മൾ ഇവിടെ മോണ്ടിസോറി എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവർക്ക് മെറ്റീരിയൽസ് കൊടുക്കുന്നു, കുട്ടിയുടെ ഓരോ കാര്യങ്ങൾ അവർ സ്വയമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്ത് അവരെങ്ങനെയാണ് ഓരോ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അതുവഴി അവരുടെ ഡെവലപ്മെന്റ്, സൈക്കിക് ആയിട്ടുള്ള ഡെവലപ്മെന്റിന് നമ്മൾ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാണ്. നെക്സ്റ്റ് ആണ് പറയുന്നത് മൂവ്മെന്റ്സ് ആൻഡ് മെന്റൽ അസിമുലേഷൻ ഓർ അബ്സോർപ്ഷൻ, അഡാപ്റ്റേഷൻ എന്ന് പറയാം കേട്ടോ. അസിമുലേഷൻ എന്ന് പറയുന്ന പേരിൽ പറയുന്നത് വേറെ പേരുകളാണ്, അബ്സോർപ്ഷൻ, അഡാപ്റ്റേഷൻ. ഓക്കെ, അത് ഞാൻ വായിക്കാം. ദ ചൈൽഡ് ക്രിയേറ്റ് ത്രൂ മൂവ്മെന്റ്സ്. ഇത് ഈ മൂവ്മെന്റ്സ് അല്ലെങ്കിൽ മെന്റൽ അസിമുലേഷൻ അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ നമ്മൾ കുട്ടികൾ ക്രിയേറ്റ് ചെയ്യുന്ന മൂവ്മെന്റ്സിലൂടെയാണ്. ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെയാണ് അവൻ ഈ മൂവ്മെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഹിസ് ആക്ച്വൽ ലേണിംഗ് ഇൻവോൾവ്സ് മൂവ്മെന്റ്സ്. അപ്പൊ ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കുന്ന കുട്ടികളെക്കാളും എന്തെങ്കിലുമൊക്കെ ചെയ്ത് നല്ല ആക്റ്റീവായിട്ട് പെർഫോം ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല ചെറുപ്പുള്ള അല്ലെങ്കിൽ എന്താ പറയാ കുറച്ച് കുസൃതിയൊക്കെയുള്ള കുട്ടികളാണ് നല്ലത്. കാരണം എന്താണ്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. The child also improve his mental power by searching out the sensation and movements. അപ്പൊ ഈ കുട്ടികള് അവരുടെ മെന്റൽ പവർ ഇംപ്രൂവ് ചെയ്യുന്നത് പിന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെയും ഓരോ കാര്യങ്ങൾ സെൻസ് ചെയ്യുന്നതിലൂടെയും ഓരോ മൂവ്മെന്റ്സിലൂടെയുമാണ് അവരുടെ മെന്റൽ പവർ അല്ലെങ്കിൽ സൈക്കിക് ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അങ്ങനെ അവൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവന് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിസ്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. മൂവ്മെന്റ്സിലൂടെ അവന് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഡിസ്കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ആണ് മൂവ്മെന്റ്സിലൂടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടുന്നത് കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് കിട്ടുന്ന ഒരു ഫാക്ടർ ബൈ പ്രോഡക്റ്റ് ആണ് എന്ത്, കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. നമ്മൾ നല്ല രീതിയിൽ മൂവ് ഒക്കെ ചെയ്യുന്നത്, നല്ല രീതിയിൽ മൂവ്മെന്റ്സ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നല്ല കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഒരു കുട്ടി നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ അവൻ പ്രാക്ടീസ് ചെയ്യുന്നു അല്ലെങ്കിൽ അവൾ പ്രാക്ടീസ് ചെയ്യുന്നു, നല്ല രീതിയിൽ അതിനോട് പാഷനേറ്റ് ആയിട്ട് ആ ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവന് ഓട്ടോമാറ്റിക്കലി കോൺസെൻട്രേഷൻ പവർ കൂടുതലായിരിക്കും. സോ മൂവ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റേഷനും ഡിസ്കവറിയുമാണ്. ഒരു പ്രാവശ്യം ചെയ്ത ചില മിസ്റ്റേക്ക് വരും, നമ്മൾ വീണ്ടും വീണ്ടും അതെന്ത് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ ആ ഒരു കാര്യത്തിലേക്ക് അച്ചീവ് ചെയ്യാണ്. ഇലുമിനേഷൻ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
പെട്ടെന്നായിരിക്കും നമുക്ക് ഓരോ കാര്യങ്ങള് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമുക്കത് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്പീഡൊക്കെ കൂടും. നമ്മൾ ആദ്യം ഒരു കാര്യം ചെയ്യുമ്പോഴത്തെ സ്പീഡ് ആയിരിക്കില്ല രണ്ടാമത് നമ്മൾ ആ കാര്യം ചെയ്യുന്നു. ദെൻ നമ്മൾ ആ ഒരു കാര്യം ചെയ്ത് നമുക്കൊരു മൈൻഡ് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാൻ, അതായത് മെന്റൽ ഡെവലപ്മെന്റ് കൈവരിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ മെന്റൽ എക്സ്പ്ലോഷൻ ആണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നമ്മുടെ മൈൻഡ് ഫ്രീ ആയിരിക്കും. അപ്പൊ കുട്ടികൾക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ് ഒക്കെയാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഓരോ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്, നമ്മുടെ എൻവയോൺമെന്റ് ആയിട്ട് അവർ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഒരു സ്റ്റേജ് കഴിയുമ്പോൾ കുട്ടികൾ നമ്മളോട് ഡിമാൻഡ് ചെയ്യും. കുട്ടികൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളോട് പറയും അവർക്ക് പഠിക്കണം, അവർക്ക് വായിക്കണം, അവർക്ക് എഴുതണം, അവർക്ക് അക്ഷരങ്ങൾ എഴുതണം. അപ്പൊ അവര് ഫസ്റ്റ് അവര് തന്നെ എന്ത് ചെയ്യും, ചോക്കൊക്കെ യൂസ് ചെയ്ത് അല്ലെങ്കിൽ അവർ തന്നെ എഴുതുന്ന ആ ഒരു എന്താ പറയാ ആ ഒരു സിംബൽസ് നമുക്ക് കാണിച്ചു തരും. കുട്ടികൾക്ക് പഠിക്കണം അല്ലെങ്കിൽ എഴുതണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ അത് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മള് ഇതിൽ നിന്ന് നമ്മൾ കുറെ കാര്യങ്ങൾ ഡിസ്കവർ ചെയ്യുന്നുണ്ട്. ഈ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്ത് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ലേണിംഗ് ആണ്. പക്ഷെ എന്നാലും വേറൊരു രീതിയിൽ ഓരോ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മോണ്ടിസോറി മൂമെന്റ്സിൽ നോക്കാനുള്ളത്. മൂമെന്റ്സ് ആയിട്ട് ഡിസ്കവറി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കുക. കാരണം സ്റ്റാർട്ട് ചെയ്ത ചിലപ്പോൾ ടൈം കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റിയില്ലെങ്കിലോ, അതുകൊണ്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനുണ്ടോ? ഇല്ലല്ലോ മിസ്സേ, പിങ്ക് ടവർ ആയിരുന്നു പറഞ്ഞത്. അത് ഫ്രൈഡേ ഒരു ഇതെല്ലാരും ചെയ്ത് കാണിച്ചിരുന്നു. അല്ല മാം, ബട്ടൺ ഫ്രെയിം ഒക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രൈഡേ കാര്യം പറഞ്ഞായിരുന്നു മാം. ബട്ടറിംഗ് ഫ്രെയിം പറഞ്ഞിട്ടില്ലേ? അതെ മാം. ഓ ക്ലാസ് പറയാൻ പറ്റില്ല, ചിലപ്പോൾ ക്ലാസ് ഉണ്ടാവില്ല, ചിലപ്പോൾ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ബട്ടറിംഗ് ഫ്രെയിം ഒന്ന് എല്ലാവരും പ്രിപ്പയർ ചെയ്ത് വയ്ക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു 2-3 ജിഷ മിസ് പറഞ്ഞ വർക്കല്ലേ അത് തന്നെയല്ലേ? ഇനി വേറെ ഒന്നും ഉണ്ടാക്കണ്ടല്ലോ? വേണ്ട, പക്ഷെ ഞാൻ അവർക്ക് കുറച്ചുകൂടി ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, ലാസ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് ബട്ടറിംഗ് ഫ്രെയിം നിർബന്ധമായിട്ട് എല്ലാവരും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ മിസ്സേ, ബട്ടണിംഗ് ഫ്രെയിമും ഷൂലേസും അതൊക്കെ അല്ലേ? അതെ തന്നെ, ബട്ടറിംഗ് ഫ്രെയിം, ഷൂലേസ്, പ്രസ് ബട്ടൺ, പിന്നെന്തായിരുന്നു സിബിന്റെ, പിന്നെന്താണ് കുറച്ച് ഒരു 5 അതൊന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഇട്ടേക്കണം കേട്ടോ, നിങ്ങളുടെ ഗ്രൂപ്പിൽ ഒന്ന് പ്രോപ്പർ ആയിട്ട് ചെയ്യണം. ഓക്കെ, സൈൻ ഔട്ട് ആരാണ്? ഒരു ഡൗട്ട് ചോദിച്ചോളൂ. ഫാത്തിമ ചോദിച്ചോളൂ. അതെ, ട്രെയിനിങ് കഴിഞ്ഞുള്ള സർട്ടിഫിക്കറ്റ് സ്മാർട്ട് സ്ട്രീന്നല്ലേ തരുന്നത്? മനസ്സിലായില്ല. എന്റെ ട്രെയിനിങ് കഴിഞ്ഞു. അപ്പൊ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള സർട്ടിഫിക്കറ്റ് സ്മാർട്ട് സ്ട്രീന്നല്ലേ തരിക? ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നല്ലേ തരുന്നേ? നമ്മൾ എത്ര ദിവസം ഈ ഒരു കോഴ്സ് പ്രകാരം നമ്മൾ ട്രെയിനിങ് കൊടുത്തു. ഞാൻ അഡ്മിഷൻ എടുത്ത മാമിനാണ് അയച്ചത്. അപ്പൊ അവര് പറഞ്ഞത് പിന്നെ സ്കൂളിൽ നിന്നാ തരികയെന്ന് പറഞ്ഞേ. അപ്പൊ അതാ ചോദിച്ചത്. അവിടെ നിന്നാണ് തരുന്നത്. നമ്മള് ട്രെയിനിങ്ങിന് പോകാനുള്ള സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അല്ല, അത് അവര് തന്നെയാണ്. അവർ സീൽ ചെയ്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് വാങ്ങിക്കണം. ബാക്കി എല്ലാവരും അങ്ങനെയല്ലേ വാങ്ങിച്ചത്? അല്ല മാം, വന്ദന മാമിനെ വിളിച്ചു കഴിഞ്ഞാലേ അവർ അയച്ചു തരും നമുക്ക്. നമ്മുടെ സ്കൂളിന്റെ ഡീറ്റെയിൽസും നമ്മുടെ ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തു കഴിഞ്ഞാല് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് സ്മാർട്ട് സ്ട്രീയുടെ തരാറുണ്ട്. ഇനിയിപ്പോ മാറ്റം വന്നോന്ന് അറിയില്ല അതില്. ഓക്കെ, എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് തരാറുണ്ട്. ഒന്ന് അന്വേഷിക്കാം കേട്ടോ. ഞാൻ പോയോടത്തുനിന്ന് അവിടുത്തെ ടീച്ചർ പറഞ്ഞത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നല്ല, ഞങ്ങൾ സ്കൂളുകാരാണ് തരേണ്ടത്. ഇനി അവിടുന്ന് ടീച്ചർ ഞാൻ അവിടുത്തെ പ്രിൻസിപ്പൾ എനിക്കൊന്ന് തന്നു. അത് കൂടാതെ സ്മാർട്ട് സ്ട്രീ ഒന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എനിക്ക് 2 എണ്ണം കിട്ടി, 2 എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെ വേണ്ട കേട്ടോ. നമുക്ക് പുറത്തുനിന്നും അല്ലെങ്കിൽ നമ്മൾ ഈ സ്മാർട്ട് സ്ട്രീന്ന് നമുക്ക് സർട്ടിഫിക്കറ്റ് തന്നു കഴിഞ്ഞാൽ ഒരു വാലിഡിറ്റി വേണോ? നിങ്ങൾ അവിടെ പോയി ട്രെയിനിങ് എടുത്തു ഒരു വാലിഡിറ്റി വേണം. കാരണം അവിടെ നിന്നും നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ വാലിഡിറ്റി ഉറപ്പ് വരുത്താൻ പറ്റുള്ളൂ. സോ ഇതില് അപ്പൊ നമ്മൾ രണ്ടിടത്തുനിന്നും നമ്മൾ ആ ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിക്കാം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിക്കാം കേട്ടോ.
മിസ്സേ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു കിട്ടിയത്. എനിക്ക് അവിടുന്ന് സ്മാർട്ട് ഷീന്ന് തന്നത് മാത്രമാണ് കിട്ടിയത്. സ്കൂളിൽ നിന്ന് തന്നില്ലായിരുന്നു. മാം എനിക്ക് കിട്ടിയായിരുന്നു കേട്ടോ മാം. ഞാൻ ട്രെയിനിങ് കഴിഞ്ഞ വീക്കാ കഴിഞ്ഞതേ. അപ്പൊ എനിക്ക് അവിടുന്ന് പ്രിൻസിപ്പൾ നമ്മുടെ ബോണ്ട് പേപ്പർ ഇല്ലേ, അതിൽ നമ്മളെ കുറിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് സീലും സംഭവമൊക്കെ വെച്ച് തന്നു. പിന്നെ കൂടാണ്ട് ടീച്ചേഴ്സിന്റെ വേറേത് ടീച്ചേഴ്സിന് എനിക്ക് കിട്ടിയിട്ടില്ല. ഓൾറെഡി 1 വീക്ക് കഴിയുമ്പോൾ തരാന്ന് പറഞ്ഞു അവരുടെ കമന്റ്. അപ്പൊ അങ്ങനെ എനിക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഇപ്പൊ. അങ്ങനെയാണ് രണ്ടെണ്ണം. നിങ്ങൾ ഒന്ന് ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ ഫാത്തിമ. എന്താണെന്നറിയാം, പുറത്ത് ഇന്റർവ്യൂവിനൊക്കെ പോണ സമയത്ത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ചോദിക്കുകയാണെങ്കിൽ, ഇന്റേൺഷിപ്പിന്റെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ തരുമ്പോൾ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അത് കൂടാതെ നമ്മൾ ട്രെയിനിങ്ങിന് പോയോടത്തുനിന്ന് അവിടുത്തെ സീൽ വെച്ച് തരുന്ന സർട്ടിഫിക്കറ്റിനാണ് ഒന്നും കൂടി വാല്യൂ എന്ന് പറഞ്ഞിട്ടാണ് ടീച്ചർ അങ്ങനെ തന്നത്. അങ്ങനെ ഉണ്ടാവും. എനിക്കും തോന്നി അങ്ങനെയാണ്. നമ്മളുടെ കുട്ടീനെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് വിട്ടു എന്നുള്ള രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് തരുന്നത്. അവിടെയാണ് നിങ്ങൾ കൂടിയത് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള ഉറപ്പിന് വേണ്ടിയിട്ട് അവർ തരുന്ന സർട്ടിഫിക്കറ്റ്. രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. സോ നിങ്ങളത് കിട്ടിയിട്ടില്ലെങ്കിൽ അതൊന്ന് പറയാ, അത് വാങ്ങിക്കാൻ നോക്കട്ടെ ഫാത്തിമ. ഇവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോണ്ടാക്ട് ചെയ്യാട്ടാ. ഇങ്ങനെ മറ്റു കുട്ടികൾ പറയുന്നത് എന്താ വേണോ എന്നൊന്ന് ചോദിക്കാം. സ്മാർട്ട് ഷീന്ന് അത് പൂർത്തിയാക്കി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് തന്നായിരുന്നു. അത് നമുക്ക് ഞാൻ പോയ സ്കൂളിൽ, ട്രെയിനിങ്ങിന് പോയ സ്കൂളിലെ HM അത് സീൽ ചെയ്തു സൈൻ ചെയ്ത് തരികയാണ് ചെയ്തത്. അങ്ങനെ കുഴപ്പമില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ ഈ സ്കൂളിന്റെ ഇതിൽ വേണോ എന്നുള്ള ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ തരാറുണ്ട് സെപ്പറേറ്റ്. നമ്മൾ അവിടെ ഇത്രയും ദിവസം ട്രെയിനിങ് എടുത്തോന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തരാറുണ്ട്. ഇങ്ങനെയുള്ളത് വിഷയമാവില്ലല്ലോ മാം. അത് വേണ്ട, കുഴപ്പമില്ല. അവർ സീൽ ചെയ്ത് തന്നിട്ടുണ്ടല്ലോ. അത് തന്നിട്ടുണ്ട്. അല്ലാതെ സ്കൂളിന്റെ ഇതിൽ വാങ്ങണമെന്നുണ്ടോ? സ്കൂളിൽ സീലും സൈനും വേണമെന്നുള്ളൂ നമുക്ക്. ഒരു സർട്ടിഫിക്കറ്റ് ആയാലും മതിയില്ലേ മാം? സീലും സൈനും സ്കൂളിന്റെ ഉണ്ടായാൽ മതിയല്ലോ. അത് മതി. സ്കൂൾ സൈനും ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ അതിന് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എന്നുവെച്ചാല് സെപ്പറേറ്റ് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും വിചാരിച്ചാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് അവിടെ നിന്ന് അവര് പ്രിന്റ് ചെയ്തു, അവരുടെ എക്സ്പീരിയൻസ് പ്രിന്റ് ചെയ്തു ഓൾറെഡി അവര് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫോർമാറ്റ് പ്രിന്റ് ചെയ്ത് തന്നെയാണ് എന്റെ ഇരിക്കുന്ന എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളൊക്കെ. അപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് നമ്മൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുമ്പോൾ അത് അറിയാൻ പറ്റുള്ളൂ. വ്യത്യാസം ഉണ്ടാവും ചിലയിടത്തൊക്കെ. അപ്പൊ സൈൻ ഔട്ട് ആരാ പറയുന്നത്? മാം ഞാനാണ്. മാം ഞാൻ പിങ്ക് ടവർ എനിക്ക് കഴിഞ്ഞ ആഴ്ച കാണിക്കാൻ പറ്റിയില്ലായിരുന്നു മാം. ഞാൻ ഇപ്പം കാണിച്ചോട്ടെ? ഓക്കെ, കാണിച്ചോ മാം. ക്യാമറ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ മാം. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നില്ല മാം. ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നില്ലേ മാം? ഡീആക്ടിവേറ്റ് ഞാൻ ഇത് ചെയ്തിട്ടുണ്ട്. ഓൺ ആക്കിക്കോട്ടെ കേട്ടോ. ഓക്കെ മാം. മിനിറ്റ് മാം. മാം ഒരു മിനിറ്റ് മാം, ഞാൻ ബാക്കിലോട്ട് ആക്കാം. ക്യാമറ ഓൺ ചെയ്തിട്ട് ബാക്കിലോട്ട് ആക്കും. ചെയ്യാൻ പറ്റാം. കാണുന്നുണ്ടോ മാം? ഓക്കേടാ. ഓക്കെ മാം സൈൻ ഔട്ട് പറയാം. All dreams are within reach. All you have to do is keep moving towards them. നമ്മളുടെ സ്വപ്നങ്ങൾ നമുക്ക് കയ്യെത്താൻ ദൂരമേ ഉള്ളൂ. നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ സ്വപ്നത്തിന്റെ അടുത്തോട്ട് നമ്മൾ നടക്കുക. അപ്പൊ നമുക്ക് സ്വപ്നം എന്തായാലും പൂർത്തിയാക്കാൻ പറ്റും. സൈൻ ഔട്ട് ബൈ ദീപിക വർമ്മ. ഓക്കെ, താങ്ക് യു. നമ്മളെല്ലാവരും നമ്മുടെ സ്വപ്നത്തിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം.